ശ്രീ ജയരാജ് സാർ കേൾക്കാമോ? എന്റെ ചോദ്യം കേൾക്കാമോ? കേൾക്കാം. ഞാൻ നേരത്തെ ചോദിച്ച മറ്റൊന്നുമല്ല, ഈ 2024 പരാജയം എന്ന് പറയുന്നത് അതിന് പലവിധ കാരണങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രി തുറന്ന് സമ്മതിക്കുന്നില്ല. ഇതിൽ നിന്നൊക്കെ ഞങ്ങൾ തിരിച്ചു വരുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തോറ്റു, നന്നായി തോറ്റു എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അത് തുറന്നു പറയുകയാണ്. അതിന് തോറ്റിട്ട് പിന്നെ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയും കൂടി ആയിരിക്കാം. അപ്പോൾ ഇത് പാർട്ടി അണികൾക്കിടയിൽ, നേതാക്കൾക്കിടയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ, സോഷ്യൽ മീഡിയ ചർച്ചകൾക്കെതിരെ ഒക്കെ ഇന്നലെ ജയരാജന്മാരടക്കം രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ്. ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ ആത്മവിശ്വാസം എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. 2019 തോൽവിക്ക് ശേഷം 2021 തിരിച്ചു വന്നതുപോലെ തിരിച്ചുവരവിന് സാധ്യമാണോ CPM-ന്? ഇതിനകത്ത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ കേരളത്തിലുണ്ടായിരുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം. മുമ്പ് ഒരു രാജ്യത്തിനെ ആക്രമിച്ച് കീഴടക്കണമെങ്കിൽ, ഇപ്പൊ രാജ്യം ആണെങ്കിൽ ആ രാജ്യത്ത് പോയി ആക്രമിച്ച് കീഴടക്കണമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. മറ്റു പല സംഘടനകൾ ഉപയോഗിച്ച് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതേ ടെക്നിക് തന്നെയാണ് BJP കേരള സംസ്ഥാനത്തിന്റെ പേരിൽ ചെയ്തത്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ കേരളം സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ അണ്ടറിൽ തന്നെയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ക്ഷേമ പെൻഷനുകൾ മുടങ്ങി. ക്ഷേമ പെൻഷനുകൾ സർക്കാർ കൊടുക്കേണ്ടെന്ന ആവശ്യമില്ല എന്നായിരുന്നു കേന്ദ്രം അതിശക്തമായി പറഞ്ഞത്. അങ്ങനെ ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടെന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ കേരളത്തിന്റെ നയം അതായിരുന്നില്ല. അതുപോലെ പെൻഷനുകൾ മുടങ്ങി. അതുപോലെ മറ്റു പല സാധനങ്ങളുടെയും കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചു. അങ്ങനെ നമ്മൾ വ്യാപകമായ രീതിയിൽ കേരളത്തിന് താങ്ങാവുന്നതിനേക്കാളും അപ്പുറത്തിലധികം കടബാധ്യത തലയിൽ കെട്ടിവെക്കുകയും എന്നാൽ എല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ്, തൊടുന്യായങ്ങൾ പറഞ്ഞ് കിട്ടാനുള്ള പൈസ മൊത്തം തടയുകയും ചെയ്തത് ഒരു ഭാഗത്ത്. എന്നാൽ ഇതിനെതിരെ കേരള സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് അതിനെതിരെ യോജിച്ച് പോരാടുന്ന കോൺഗ്രസ്, BJPക്കെതിരെ യോജിച്ച് പോരാടുന്ന കോൺഗ്രസ് ഈ സമയത്ത് സംസ്ഥാന ഗവൺമെന്റ് കൂടുതൽ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ അവർക്ക് 7 വർഷമായി അധികാരത്തിൽ വരാതിരിക്കുകയാണ്. തിരിച്ച് അധികാരത്തിൽ വരാമെന്നുള്ള അത്യാർത്തിയും ദുരാഗ്രഹവും മൂലം അവർ BJPയെ പരോക്ഷമായി സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവർ തമ്മിലൊരു നീക്കുപോക്ക് ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി കൊടുത്തത്. അല്ലെങ്കിൽ 86,000 വോട്ടുകളൊന്നും അവിടെ നഷ്ടമാവത്തൊന്നുമില്ല. അത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. അതിന്റെ അനുരണങ്ങൾ എല്ലാ ജില്ലകളിലും, എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഉണ്ടായി. അതുപോലെ കേന്ദ്ര സർക്കാരിനെ ജയരാജ്, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പലവിധ കാര്യങ്ങൾ, സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കുറ്റപ്പെടുത്തുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം നിങ്ങളുടെ പ്രചരണ തന്ത്രം അവിടേക്കാണ്. പക്ഷെ കേരളത്തിൽ ഉണ്ടായ വിവിധങ്ങളായ പ്രശ്നങ്ങൾ നേരത്തെ ഉള്ളവർ ചൂണ്ടിക്കാട്ടിയതുപോലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം, ക്ഷേമ പെൻഷൻ ആൾക്കാർക്ക് ലഭിക്കാത്ത പ്രശ്നമുണ്ടായിരുന്നു. അത് നിങ്ങൾ അഡ്രസ് ചെയ്യാൻ പോയില്ല, നിങ്ങൾ അതിനുള്ള പരിഹാരം ഉണ്ടാക്കാൻ പോയില്ല. കരുവന്നൂർ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സാധാരണക്കാരെ ബാധിച്ച വിഷയമുണ്ട്. ഞാൻ പറയാം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഗവൺമെന്റ് ശൗര്യം ചർച്ച ചെയ്തതാണ്, സപ്ലൈകോയിലെ സാധനങ്ങളെല്ലാം ചർച്ച ചെയ്തതാണ്, അനധികൃത നിയമനങ്ങൾ ചർച്ച ചെയ്തതാണ്, വിദേശയാത്ര ചർച്ച ചെയ്തതാണ്, മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ചർച്ച ചെയ്തു. പക്ഷെ അതിനെയൊക്കെ മറയ്ക്കാനായി നിങ്ങൾ മുന്നോട്ട് വെച്ച വാദം മാത്രമാണ് ഈ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ലേ ജനം മനസ്സിലാക്കിയത്? അങ്ങനെയല്ല രഞ്ജിത്ത്, അത് മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല. രഞ്ജിത്ത്, എനിക്ക് പറയാൻ അവസരം തരുമോ? പറയൂ. ഞാൻ പറയട്ടെ. പറയൂ. ഇതിനകത്ത് അങ്ങനെയല്ല നമ്മൾ ആ വിഷയത്തിനെ നോക്കിക്കാണുന്നത്. രാവിലെ ഉറക്കം എണീറ്റ് ചില ആളുകൾക്ക് ശരീരവേദന, ഇന്നൊരു ഡോളോ കഴിച്ചു കളയാം എന്ന് കരുതി രാവിലെ എണീറ്റ് പിണറായി വിജയനെ 4 ചീത്ത വിളിക്കുന്ന മാധ്യമങ്ങളാണ് 4 ചുറ്റിനുള്ളത്. സ്ഥിരമായിട്ട് എന്ത് ചെയ്താലും ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്നതാണ് പോലെ എന്ത് കാര്യം പറഞ്ഞാലും അന്ധമായ ഈ സർക്കാരിനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ, എന്തെല്ലാം ഫ്ലിംസി ആരോപണങ്ങൾ പിറ്റേ ദിവസം നീർക്കുമുള പോലെ പിറ്റേ ദിവസം പൊട്ടിയാൽ പോലും ആ ആരോപണത്തിനെതിരെ ഒരു മാപ്പ് പറയാനോ അല്ലെങ്കിൽ അത് തെറ്റായി പോയെന്ന് പറയാനോ മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല. അതൊരു ഭാഗം. കൊണ്ടുപിടിച്ച പ്രചരണം വേറെ ഭാഗത്ത് നടക്കുന്നു. മറ്റൊരു സ്ഥലത്ത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ചേർന്ന് കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള പരിപാടികൾ. ഇത്തരം കാര്യങ്ങളെല്ലാം സാധനങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ഉൾപാർട്ടി ചർച്ചയിൽ വരുന്നുണ്ട്. ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായി മേളിൽ നിന്ന് താഴോട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു സംവിധാനമല്ല CPM-നുള്ളത്. സാധാരണ താഴെ ബ്രാഞ്ചുകളിൽ നിന്ന് ചർച്ച ലോക്കൽ തലത്തിൽ പോയി, അവിടുന്ന് ഏരിയ തലത്തിൽ പോയി, അവിടുന്ന് ജില്ലാ തലത്തിൽ പോയി, അവിടുന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ പോയി, അങ്ങനെയാണ് അതിന്റെ ഒരു ഘടന. അപ്പൊ ഉൾപാർട്ടി ജനാധിപത്യം കൃത്യമായി കീപ്പ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് ജനങ്ങളോട് തുറന്നു പറയേണ്ടുന്ന കാര്യമില്ല. എന്നാലും ഇത്തവണ എന്തുകൊണ്ട് പരാജയം ഉണ്ടായി എന്നുള്ള അനുഭാവികളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞത് നന്നായി തോറ്റു, അതിന്റെ കാരണങ്ങൾ പരിശോധിക്കും, കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാനുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യുന്നതൊക്കെ പറയുന്നത്. അങ്ങനെയല്ലേ ഒരു തോൽവി അല്ലെങ്കിൽ ഒരു തോൽവി നമ്മൾ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ഒരു തോൽവി തന്നെയാണ്. എന്തുകൊണ്ട്
ഇവരെല്ലാരും കൂടി ഒരുമിച്ച് ചേർന്നു, അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ കണ്ടുകൂടായിരുന്നോ, അതിനെ തടയിടാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്നൊക്കെ അണികൾ ചോദിക്കില്ലേ? അപ്പൊ അത് ചോദിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ എക്സ്പ്ലനേഷന് ചർച്ചകൾ ഉണ്ടാകണം. അല്ലാതെ ഒരാളെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അദ്ദേഹം മൂലമാണ് ഇങ്ങനെ സംഭവം ഉണ്ടായെന്നൊക്കെ പറയുന്നത് അത് വളരെ ഫ്ലിംസി ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. മുഖ്യമന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ കാണിച്ച ജനങ്ങളോട് പറയാൻ, പാർട്ടി പ്രവർത്തകരോട് പറയാൻ കാണിച്ച ആ തരത്തിലുള്ള ഒരു ആത്മാർത്ഥത മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ തോൽവിയെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഒരു വൈദികനെ അദ്ദേഹം സംബോധന ചെയ്ത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ചില വിവരദോഷികൾ ഉണ്ടാകാം എന്ന് മുഖ്യമന്ത്രിയുടെ ശൈലി മാറാത്ത മുഖ്യമന്ത്രി നമ്മൾ കണ്ടു. വിവരദോഷികൾ ഉണ്ടാകാം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി രാജിവെക്കാത്തത് എന്തുകൊണ്ട്? ഈ ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായ എല്ലാ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ കുറിച്ച് ഇത്തരം അഭിപ്രായങ്ങൾ പറയാത്തത് എന്തുകൊണ്ടാണ്? എത്ര കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഈ വിഷയം ഉണ്ടായില്ലേ, ആന്ധ്രയിൽ ഈ വിഷയം ഉണ്ടായില്ലേ, ഒറീസയിൽ ഈ വിഷയം ഉണ്ടായില്ലേ, അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിൽ കെജ്രിവാൾ ഭരിക്കുന്ന ഡൽഹിയിൽ ഈ വിഷയം ഉണ്ടായില്ലേ? അന്നേരം ആരും ആന്റി ഇൻകംബൻസി ഫാക്ടറിനെ കുറിച്ച് ഇത്ര കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനെ പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കടന്നാക്രമിക്കുന്നത്, വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? അതിനെതിരെ തീർച്ചയായിട്ടുള്ള പരിശോധന നടത്തുക. എന്തുകൊണ്ടാണ് ഇത്രയധികം ആരോപണം വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കും. ഇതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇറാഖ് വാർ വരെയൊക്കെ പോകേണ്ടി വരും. അവിടെ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് കാർഡ് വെച്ചിട്ടാണ് ഓരോരുത്തരെയും, ഇപ്പൊ കെമിക്കൽ അലി അയാളെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ആയിരുന്നല്ലോ, അപ്പൊ ഓരോ കാർഡുകൾ എഴുതിട്ടിട്ട് അവസാനം സദ്ദാം ഹുസൈനെ കീഴടക്കുന്നത് പോലെ അങ്ങനെ ഒരു തന്ത്രമാണ്. അതായത് കിങ്ങിനെ ആക്രമിക്കുക, അല്ലെങ്കിൽ ലീഡറിനെ ആക്രമിക്കുക, മെയിൻ ലീഡറിനെ ആക്രമിക്കുക. ആ ആക്രമണത്തിലൂടെ അതാണ്. എന്തുകൊണ്ട് മോഡിക്ക് ഏറ്റ പരാജയത്തിനെ കുറിച്ച് പറയുന്നില്ല? മോഡിയെ ഉത്തരേന്ത്യൻ അതും ചർച്ച ചെയ്യുന്നുണ്ട്.